ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ദൂതശാസ്ത്രം എന്ന വിഷയത്തിൻ്റെ രണ്ടാമത്തെ സെക്ഷനിൽ പ്രവേശിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനത്തിന് സഹകരണത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ സെക്ഷനിൽ ദൈവാത്മാവിൻ്റെ ഇടപെടൽ അനുഭവിച്ചറിഞ്ഞ ചിലരെ ഞങ്ങളെ വിളിച്ച് ആ കാര്യം പറയുവാനിടയായിത്തീർന്നു. അവരെ ഓർത്തി ദൈവത്തെ സ്തുതിക്കുകയാണ്. നിശ്ചയമായും ഈ സെക്ഷനിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നതിനായിട്ട് നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവ് വരെ താമസിക്കുന്നെങ്കിൽ നമ്മുടെ ഈ പാഠ്യപദ്ധതിയിൽ ചേർന്ന് ഈ വചനം കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്ത ആളുകൾ പലരും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ വിളിച്ച് പറയാറുണ്ട്. അങ്ങനെ അവർ പറയുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയുള്ള നാളുകളിൽ കർത്താവ് അനുവദിച്ചാൽ എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മുതൽ 10 വരെയുള്ള സമയങ്ങളിൽ സൂമിലൂടെ ഒരു പ്രാർത്ഥന നമ്മൾ ക്രമീകരിക്കുകയാണ്. അതിന് ലിങ്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സംബന്ധിക്കാൻ താല്പര്യമുള്ളവർക്കും അതിൽ സംബന്ധിക്കാവുന്നതാണ്. ലൈവായി നിങ്ങളുടെ വിഷയങ്ങൾ പറയുകയും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. എൻ്റെ എല്ലാവരെയും സഹകരണങ്ങളെ പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥന സഹായം ആവശ്യമുള്ള ആർക്കെങ്കിലൊക്കെ നിങ്ങൾക്ക് ആ ലിങ്കിൽ ഷെയർ ചെയ്യാം. നിശ്ചയമായും നമുക്ക് ഒരുമിച്ച് നിങ്ങളതുപോലെ നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങളൊന്നും ഇല്ലെന്ന് തന്നെ വിചാരിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, കഷ്ടം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങളും വലിയ പങ്കാളിത്തം വഹിക്കുക. നമുക്ക് ഒരുമിച്ച് കഷ്ടം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ജനത്തിന് വേണ്ടി അല്പസമയം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അവർ കേൾക്കുമ്പോൾ ആ കേട്ട വിഷയങ്ങൾ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. മാത്രമല്ല അവരറിയിച്ച വിഷയങ്ങളെ പിന്നീട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് കാരണമായിട്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും സഹകരണങ്ങളെ പ്രതീക്ഷിക്കുകയാണ്. ആരും സഹകരണം കാണിക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അയച്ചു തരിക. നിങ്ങളുടെ അതുപോലെ സൂമിൽ കയറി നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പറയാവുന്നതാണ്. സമയം വിനിയോഗിക്കുന്ന ഓർമ്മ എല്ലാ ശനിയാഴ്ചയും രാത്രി 9 തൊട്ട് 10 വരെയാണ് നമ്മൾ ക്രമീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സമയങ്ങൾ. കർത്താവ് ഒരു താമസിച്ചാൽ സെപ്റ്റംബർ മാസം നമ്മളത് ആരംഭിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും വേണ്ടി ചോദിക്കുകയാണ്. വിവിധ നിലകളിൽ ഈ പാഠ്യപദ്ധതി പലർക്കും അനുഗ്രഹമായി തീരുന്നല്ലോ. അതോർത്ത് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മളിന്ന് കഴിഞ്ഞ സെക്ഷനിൽ ദൂതന്മാരുടെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യം ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 25-28 വാക്യങ്ങൾക്ക് പഠിക്കുമ്പോൾ അഗ്നിയിലേക്ക് ഇറങ്ങി വന്ന തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കുന്ന ദൈവത്തെ കാണാൻ കഴിയുന്നുണ്ട്. ദൂതനെ അയച്ച് അവിടെ വായിക്കുന്നതിനാണ് ദൈവദൂതനെ പോലെ ഒരുവൻ അല്ലേ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ തൻ്റെ ദാസീദാസന്മാർ, തൻ്റെ മക്കൾ ഒരു അപകടത്തിൽപ്പെടുമ്പോൾ, ഒരു അനർത്ഥത്തിൽപ്പെടുമ്പോൾ, കഷ്ടതയിലായിരിക്കുമ്പോൾ, പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ, പ്രയാസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ട് ദൂരെ മാറി നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. അല്ലെങ്കിൽ തൻ്റെ ജനത്തിൻ്റെ കഷ്ടയുടെ നടുവിൽ നിസ്സഹായനായി നിൽക്കുന്ന ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. നിങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും പോയി ആശ്രയിക്കുന്ന പറയുന്ന ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. എൻ്റെ ഭക്തന്മാർ അഗ്നിയിൽ വീഴുമ്പോൾ
അഗ്നിയിലേക്ക് ഇറങ്ങി വരികയും അതിൻ്റെ ചൂടിൻ്റെ കാഠിന്യത്തെ കുറച്ചിട്ട് തീയുടെ ഗന്ധം പോലും തട്ടാതെ സൂക്ഷിക്കുവാൻ കഴിയുന്ന ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ഒരു വർഷത്തെ ചുറ്റുപാടിൽ നിന്ന് തീച്ചുളയ്ക്ക് സമാനമായ അനുഭവം ഉണ്ടായിരിക്കാം. ഇന്ന് ദഹിപ്പിച്ച് കളയുമെന്നും ഇല്ലാതാക്കുമെന്നും നശിപ്പിക്കുന്നതൊക്കെ വാദിക്കുന്നതായ ശത്രുവിൻ്റെ ആരവാരങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം. മനസ്സ് നിരാശപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന ദൗത്യ നിർവഹണത്തിൽ നിന്ന് പോലും പിന്തിരിപ്പിക്കുന്ന നിരകളുടെ ഇടപെടൽ ഉണ്ടായിരുന്നു വന്നേക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നീ അങ്ങനത്തെ തീച്ചുളയിലായിരിക്കുമ്പോൾ അങ്ങേക്കരയിൽ നിന്നുകൊണ്ട് കയറിപ്പോരാന്ന് പറഞ്ഞ ഒരു തിരിഞ്ഞല്ല നമ്മൾ സേവിക്കുന്നത്. നീ ഞാനായിരിക്കുന്നതായ ആ പ്രതികൂല സാഹചര്യങ്ങൾക്ക് ഇറങ്ങി വന്ന് നമ്മെ ദഹിപ്പിക്കുമെന്നും നശിപ്പിക്കുമെന്നൊക്കെ വാദിക്കുന്ന ശക്തിയുടെ മേൽ ജയം തന്ന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ വെളിയിൽ കൊണ്ടുവരുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഇന്ന് കാണുന്ന പ്രതികൂലങ്ങളോ, ഇന്ന് കാണുന്ന പ്രതിസന്ധികളോ, എതിർപ്പുകളോ, അവഗണനകളോ, ഒറ്റപ്പെടലുകളോ ഒന്നും കണ്ട് നീ മനസ്സ് മടുത്ത് ക്ഷീണിച്ചു പോകരുത്. ഒരു ദൈവം നമുക്കുണ്ട്. അവങ്ങൾക്ക് നോക്കിയൊരു പ്രകാശരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. നിശ്ചയമായി നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, വിടുവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള ബോധ്യം നമ്മ ഈ പാഠം പഠിക്കുമ്പോൾ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ച് ഉണർത്തുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തോടെ ദൂതുവാഹനായി മാറുകയാണ്. തീച്ചിലുള്ള ചൂട് അപ്പുറമുള്ളവർ വർദ്ധിപ്പിക്കുമ്പോൾ സ്വർഗം അതിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റുവാനുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. പ്രതികൂലങ്ങളുടെ നടുവിൽ അനുകൂല കാലാവസ്ഥ ഒരുക്കുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യുക. പ്രിയാഭിഷിക്തനെ ഹൃദയബോധത്തിലെ കൺമുമ്പിൽ പ്രതികൂലത്തിൻ്റെ എത്ര തീജ്വാലാളിക്കെത്തിയാലും അതിൻ്റെ ബലത്തെ കെടുത്തി കളഞ്ഞുകൊണ്ട് ഇതിൻ്റെ പോറൽ പോലും സംഭവിക്കാതെ തന്നെ സൂക്ഷിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കാരണം നീ ദൈവത്തിൻ്റെ വകയാണ്. ദൈവമാണ് എന്നെ വിളിച്ച് വേർതിരിച്ചത്. ദൈവമാണ് ഈ ദൗത്യത്തിനെ ഏൽപ്പിച്ചത്. ദൈവം നിന്നെ ഏൽപ്പിച്ചത് കൊണ്ട് മറ്റു പലർക്കും അസൂയ ഉണ്ടാകാം, ദേഷ്യമുണ്ടാകാം, പകയുണ്ടാകാം, പിണക്കമുണ്ടാകാം. പക്ഷേ ദൈവം ആ കാര്യങ്ങളെല്ലാം ഭംഗി അതിൻ്റെ നിറവേറ്റേണ്ടതായിത്തീരും. മനുഷ്യൻ്റെ ആരവാരങ്ങളൊക്കെ അവിടെ നടക്കും. ഇസ്രായേലിൻ്റെ കഷ്ടതയെ കണ്ടുകൊണ്ട് അവിടെ നിലവിളി കേട്ടുകൊണ്ട് അവരടുക്കിലേക്ക് ദൈവം ഇറങ്ങി വന്നു. മോശയോട് പറയുന്നില്ലേ, ജില്ലത്തിൻ്റെ നിലവിളിയും കണ്ടു, കരച്ചിലും കേട്ടു, സങ്കടം ഞാൻ അറിഞ്ഞു, ഞാൻ ഇറങ്ങി വന്നിരിക്കുക. എന്തിനാണ്? അവർ വിടുവിപ്പാനായിട്ട്. ഹല്ലേലൂയ. തൻ്റെ ജനത്തിനെ വിടുവിപ്പാനായി ഇറങ്ങി വരുന്ന ദൈവസ്നേഹത്തിനായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും കഷ്ടങ്ങളില്ലെന്ന് ഞാൻ പറയുന്നില്ല, പ്രയാസങ്ങളില്ലെന്ന് പറയുന്നില്ല, പ്രതികൂലമില്ലെന്ന് പറയുന്നില്ല, പ്രതിബന്ധങ്ങളില്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ മക്കൾ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും ഇണക്കിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ നടുവിൽ നമ്മുടെ മേലെ ശക്തി പകർന്ന് കൃപ തന്ന് മുന്നോട്ട് നയിക്കുന്ന ദൈവത്തെ ഞാൻ സേവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഈ പ്രതികൂലങ്ങൾ നിന്നെ ദഹിപ്പിക്കുകയില്ല, ഈ അപവാദങ്ങൾ നിന്നെ ദഹിപ്പിക്കുകയില്ല, ഈ കഷ്ടത്തിനെ ദഹിപ്പിക്കാനുള്ളതല്ല, ഈ രോഗവും ദുരിതവും ഒന്നും നിന്നെ ദഹിപ്പിക്കാനുള്ളതല്ല. മറിച്ച് എന്താണ്? ഇവയുടെ മേൽ നിന്ന് ജയമെടുക്കാൻ പോവുകയാണ് ദൈവത്താൽ. വിശ്വസിക്കുക. ഇല്ല ഞങ്ങൾ കൊണ്ട് അവസാനിക്കും
ഞാൻ ഇവിടെ കൊണ്ട് ചാമ്പലാകും. അത്രമാത്രം എനിക്കെതിരെ അവർ തീച്ചുള വർദ്ധിപ്പിക്കുകയാണ്, ചൂട് വർദ്ധിപ്പിക്കുകയാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇല്ല കുഞ്ഞേ, ആ തീയുടെ ബലം കെടുത്തുന്ന ദൈവസാന്നിധ്യം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. എൻ്റെ തീച്ചുളയുടെ അനുഭവങ്ങളിലേക്ക് മനുഷ്യരാർക്ക് ഇറങ്ങി വരാൻ കഴിയില്ലായിരിക്കാം, മനുഷ്യർക്കാർക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ലായിരിക്കാം, മനുഷ്യനെ സഹായിപ്പാൻ ആരുമില്ലായിരിക്കാം. എന്നാൽ ദൈവം അവിടേക്ക് ഇറങ്ങി വരും, ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ സഹായിക്കും. അത് വിശ്വസിക്കുക. ദൈവത്താൽ അത് സംഭവിക്കും. ഇതാ തീച്ചുളയിൽ വീണതായ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സാന്നിധ്യം തീച്ചുളയിൽ വെളിപ്പെടുകയാണ്. ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ ദാസനായതുകൊണ്ട്, ഞാൻ ദൈവത്തിൻ്റെ ദാസിയായതുകൊണ്ട്, ഞാൻ ദൈവത്തിൻ്റെ മകനായതുകൊണ്ട്, മകളായതുകൊണ്ട് അന്നിനെ നിശ്ചയമായും വിടുവിക്കും, രക്ഷിക്കും, ആശ്വസിപ്പിക്കും. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 22-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ സിംഹക്കൂട്ടിലേക്ക് ഇറങ്ങുന്ന ദൂതനെ കാണാൻ കഴിയുന്നുണ്ട്. ദാനിയേലിനെ സിംഹക്കൂട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. വലിച്ചെറിയുന്നവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നു. ദാനിയേൽ എന്ന അധ്യായം ഇതോടുകൂടി അടഞ്ഞു. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ അവനെ ക്ലോസ് ചെയ്യാനുള്ള ചിന്തയോടു കൂടിയാണ് ശത്രുവായവൻ പലരുടെ ഉള്ളിൽ കയറി പ്രവർത്തിച്ചതും സംസാരിച്ചതൊക്കെ. പക്ഷേ അവർ മറന്നൊരു കാര്യമുണ്ട്, ദാനിയേലിലൂടെ അവനുണ്ടായിരുന്നു. ദാനിയേലിനെ വിളിച്ചവൻ വേറെ ഒരുത്തവനാണ്. മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദാനിയേലിനെ കണ്ട് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയമിച്ചാക്കിയ ഒരു ദൈവമുണ്ട്. നമ്മളിപ്പോഴത് മനസ്സിലാക്കണം. നമ്മളൊക്കെ ലോകപ്രകാരം അതിൽ ജോലി കിട്ടണമെങ്കിലേ അവർ ഇൻ്റർവ്യൂ നടത്തി, നമ്മളാ ഇൻ്റർവ്യൂ പാസ്സായി, പിന്നെ അവർ കുറച്ച് കാലം നിങ്ങളൊന്ന് ഒരു പരീക്ഷണയുടെ സ്ഥാനത്ത് ജോലി ചെയ്യാൻ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് നമ്മളവർ ഉയർത്തി കൊണ്ടുവരികയുള്ളൂ. ദൈവം നമ്മളെ ഏൽപ്പിച്ച് ചെയ്തിട്ട് അങ്ങനെയൊന്നുമല്ല. നമ്മളെ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ എൻ്റെയും നിൻ്റെയും ഗുണമൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. ഗുണദോഷങ്ങളൊക്കെ ദൈവത്തിന് അറിയാമായിരുന്നു. എന്നിട്ട് ഇൻ്റർവ്യൂ നടത്തി പരീക്ഷിച്ചറിയാൻ വേണ്ടി കാത്തിരുന്നില്ല തമ്പുരാൻ. അന്നേ വിളിച്ചു വേർതിരിച്ചു. വചനം കുറച്ചുകൂടി മറികടന്ന് പറയുന്നുണ്ട്, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മൾ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ശുശ്രൂഷ ഏതെങ്കിലും നില ചെയ്യുന്ന ഒരു വ്യക്തി, ഏതെങ്കിലും നിലകളിൽ അപ്പോസ്തലനായോ പ്രവാചകനായോ ഇടയനായോ സുവിശേഷകനായോ ഉപദേഷ്ടാവായോ, ഇനി അതുമല്ല ഈ പേര് പറയപ്പെട്ടതല്ലാത്ത നിലകളിൽ വേറെ ഏതെങ്കിലും നിലകളിൽ ഏതെങ്കിലും കൃപാവരങ്ങൾ, ടാലന്റുകൾ ദൈവനാമത്തിന് വേണ്ടി, ദൈവരാജ്യവ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നീ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ മനുഷ്യരാരും അല്ല വിളിച്ചത്, മനുഷ്യരുടെ ആരും റെക്കമെൻഡേഷൻ പ്രകാരമല്ല ദൈവത്തിന് തിരഞ്ഞെടുത്തത്, അല്ലേ? ഇപ്പം ഞാൻ ചില ഓർഗനൈസേഷനിലൊക്കെ വരുന്ന സമയത്ത്, ചില ദൗത്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്ന സമയത്തൊക്കെ മറ്റു ചിലരൊക്കെ വന്നിട്ട് അദ്ദേഹം അത് ചെയ്യും, നന്നായി ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തോട് എന്നെ ആരും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അവൻ്റെ ഹിതപ്രകാരം വിളിച്ചതാ, അവൻ്റെ ഹിതപ്രകാരം. അത് ഇവിടുത്തെ ഒരു ഒറ്റ ആളുടെ വാക്ക് നോക്കിയിട്ടോ പ്രവർത്തി നോക്കിയിട്ടൊന്നുമല്ല. ഇവിടെ ഉള്ളവരാരുടെ അഭിപ്രായം ചോദിച്ചിറങ്ങി എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു അറിയാമോ? 2 പേര് നല്ല പറയുമ്പോഴത്തേക്കും 12 പേര് ചീത്തയാ പറയുമായിരുന്നു. തമ്പുരാൻ ഇവരോട് ആരോടെയും അഭിപ്രായം ചോദിച്ചില്ല. തമ്പുരാൻ ഇതെന്ന് തോന്നി, അവൻ കൃപ തോന്നി, അവൻ വിളിച്ച് ആ ശുശ്രൂഷ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. നിന്റെ ജീവിതത്തിൽ അത് ബാധകമാണ്. നിന്നെ കൊണ്ട് കർത്താവ് ഒരു കാര്യം ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യിക്കുന്നുള്ളതാണ്. പക്ഷെ നീ ആ നിലയിൽ വളർന്നു വരുന്നത് കാണുമ്പോൾ ചിലർക്ക് ദേഷ്യം ഉണ്ടാവും, ചിലർക്ക് അസൂയ ഉണ്ടാവും.
ദാനിയേൽ ജീവിതത്തിൽ സംഭവിച്ചത് തന്നെയാണ്. ദാനിയേലിന് ആ നിലകളിൽ വളർന്നു വരുന്നത് കണ്ടപ്പോൾ അവർക്ക് ചിലർക്ക് പകയും പിണക്കോ അസൂയൊക്കെ ഉണ്ടായി. അപ്പോൾ അവർ ചിന്തിച്ച് ദാനിയേലിനെ എങ്ങനെയും നമുക്ക് അവസാനിപ്പിക്കണം. എന്നാൽ ചിലരെ കയ്യിലെടുത്തു, ശത്രു തന്ത്രങ്ങളെ മെനഞ്ഞു, ചിലരെ കയ്യിലെടുത്തു. അവരുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് ഇതാ ഇവനെ സിംഹക്കൂട്ടിലേക്ക് എടുത്തു കളഞ്ഞു. സിംഹക്കൂട്ടിലേക്ക് ദാനിയേൽ വീണു എന്ന് പറയുമ്പോൾ ഈ നിങ്ങളെ കാര്യം ചെയ്ത് എൻ്റെ ചിന്തയാണ്, ദിവസം പറഞ്ഞ കാര്യമൊന്നുമല്ല. ഈ പുള്ളിൻ്റെ വാതിൽ കൊണ്ടുവന്ന് തള്ളിയിടുമ്പോഴത്തേക്കും താഴ്ചക്കുന്ന സിംഹങ്ങളെല്ലാം കൂടെ ഭയങ്കര സന്തോഷമാണ്, നാളെ വരുന്ന ഒരു ഇര എന്ന് ചിന്തിച്ചിരിക്കുക. പക്ഷേ ഇര അടുത്ത് വരുന്തോറും ഇവർക്ക് അവരും വിഴുങ്ങുവാൻ കഴിയുന്നില്ല. വായടച്ച് കളഞ്ഞു. സ്തോത്രം. പിന്നെ വിഴുങ്ങുവാനായിട്ട് ആർത്തട്ടഹസ് വരുന്നവൻ നിന്നിലൊരു കീടും വരുത്താതെ ദൈവം ഇടപെട്ട് ആ വായകളെ അടച്ചു കളയുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിലൂടെ ദൂതറിയിക്കുകയാണ്. എൻ്റെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, എൻ്റെ തകർച്ച കാണുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, എൻ്റെ പരാജയം കാണുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, നിന്റെ പദവിയിൽ നിന്ന് തള്ളിയിടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നീ സമാധാനം അനുഭവിക്കരുത്, നീ സന്തോഷം അനുഭവിക്കരുത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അല്ലേ? പരിശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ വിജയം പ്രാപിക്കാത്തത്. എന്തോരം പരിശ്രമിച്ചതാ, കഷ്ടപ്പെടാഞ്ഞിട്ടല്ലല്ലോ, അധ്വാനിക്കാഞ്ഞിട്ടല്ലല്ലോ. അധ്വാനിക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്, ഉത്സാഹിക്കുന്നുണ്ട്, രാവും പകലും കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ടും എന്തേ ആ കഷ്ടതപ്പാടിനനുസരിച്ചുള്ള ഒരു വിജയം ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ അധ്വാനത്തിന് അനുസൃതമായുള്ള ഒരു വിജയവും ഉയർച്ച ഇതുവരെ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ഇന്നും കണ്ണുനീരാ, ഇന്നും നെടുവീർപ്പാ, ഇന്നും നിരാശയാ. പുറമേ നോക്കുമ്പോൾ ആളുകൾ പറയും, ഓ അവനെന്താ കുഴപ്പം, വലിയ വീടുണ്ട്, വണ്ടിയുണ്ട്, അതുണ്ട്, ഇതുകൊണ്ടൊക്കെ പറയും. പക്ഷെ നിന്റെ ജീവിതത്തിൽ നിനക്കറിയാം നീ അനുഭവിക്കുന്ന ശൂന്യത, നിന്റെ ഭവനത്തിനകത്ത് നീ അനുഭവിക്കുന്ന ശൂന്യത നിനക്കറിയാം. എന്നിട്ട് സംഭവിക്കുന്നു, നീ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും നീ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി, നിന്റെ നന്മകളിൽ ഒരു ഉയർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, നിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമെതിരെ ദോഷം ചിന്തിക്കുന്ന ചില ദുഷ്ടശക്തികളുണ്ട്. ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധ പറയുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, നിശ്ചയമായി ദൈവമേൽ ജീവനെടുപ്പാനിടയായിത്തീരും. ചിന്തിച്ചു നോക്കിയാൽ കൃത്യമിടം കിട്ടാത്ത നിലകളിൽ പ്രശ്നങ്ങൾ അനുദിനവും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ കടം വീട്ടുവാൻ വേണ്ടി മറ്റൊരു തുക കടം വാങ്ങി, പക്ഷേ ഇപ്പോൾ കടത്തിൻ്റെ തുക വർദ്ധിച്ച് വരികയാണ്. കാലവർഷക്കാലത്ത് വെള്ളം നദികളിൽ അങ്ങനെ നില ഉയർന്നു പൊങ്ങി വരുന്നത് പോലെ കടത്തിൻ്റെ അളവ് വർദ്ധിച്ച് വരിക ദിനംതോറും. ചെറിയ കടമുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ അത് വർദ്ധിച്ച് വരികയാണ്. വീട്ടുവാനുള്ള യാതൊരു മാർഗവും കാണുന്നില്ല. ശരീരത്തിലെ ചില രോഗങ്ങൾ അതിൻ്റെ കാഠിന്യം വർദ്ധിച്ച് വരികയാണ്. ബിസിനസ് രംഗത്തെ എതിർപ്പുകൾ, അതിലത്തെ മത്സരങ്ങൾ അനുദിനവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഉള്ളതായ തകർച്ചയ്ക്ക് നമ്മൾ നയിക്കുന്നതായ സാഹചര്യങ്ങൾ, മനസ്സ് മടുപ്പിക്കുന്ന അനുഭവങ്ങൾ ഒരുപാടുണ്ടായിരിക്കാം. എന്നാൽ നിന്നെ വിഴുങ്ങിക്കളയുവാനായിട്ട് നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായ ആ ശക്തികളെയും വ്യക്തികളെയും നിന്റെ മേൽ കേടുവരുത്താതെ കൊണ്ടും സൂക്ഷിപ്പാൻ ദൈവത്തിന് കഴിയും. അവനിൽ ആശ്രയിക്കുക. സിംഹക്കൂട്ടിലേക്ക് വീഴുന്ന ദാനിയേൽ വേണമെങ്കിൽ താഴെ കിടന്ന സിംഹം കണ്ടൊക്കെ അറിയാൻ സാധ്യതയുണ്ട്. എൻ്റെ ചിന്തയാണ്, പുസ്തകം പറയുന്നില്ല. സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ എന്ന നിലയിൽ ദൈവത്തിന് വിശ്വാസം ഉള്ളപ്പോൾ തന്നെ ചില സന്ദർഭങ്ങളിലേക്കും ഒന്ന് മനസ്സ് ചഞ്ചലിച്ചപ്പെട്ടു പോകാൻ സാധ്യതയൊക്കെയുണ്ട്. മനുഷ്യരല്ലേ. ഇതാ താഴെ വാവ് വിളിച്ച് നിൽക്കുന്ന സിംഹത്തെ കാണുമ്പോൾ തന്നെ എൻ്റെ അവസാനം ഇവിടെ കൊണ്ട് ആയിത്തീരുമോ ചിന്തിക്കുമ്പോൾ തന്നെ
അവൻ സിംഹത്തിൻ്റെ പിടി കൂട്ടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്താണ്? സിംഹങ്ങൾ സൈലൻ്റായി എന്നുള്ളതാണ്. നിന്നെ മനസ്സ് മടുപ്പിക്കുന്ന, എന്നിൽ ഭീതി വിതയ്ക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ചുറ്റുപാടുണ്ടെന്ന് വന്നേക്കാം. എന്നെ പേടിപ്പിക്കുന്ന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന, ഭക്ഷണത്തോട് പോലും വിരക്തി തോന്നുന്ന അനുഭവങ്ങൾ ചുറ്റുപാടിൽ നിന്ന് വന്നേക്കാം. നിനക്കെതിരെ ശബ്ദം വരുത്തുന്നവരും നാശങ്ങളെ ആഗ്രഹിക്കുന്നവരൊക്കെ ആരവാരങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടാകാം. അല്ല, അവയുടെ നടുവിൽ നിന്ന് വിജയം തരുന്ന ഒരു ദൈവമുണ്ട്. അവന് അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ നിന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നിന്റെ പേരെന്താ, നിന്റെ തൊഴിലെന്താ, ഇതൊന്നും ഇതിന് വിഷയമല്ല. നിന്റെ നിറമെന്താ, കുലമേതാ, ഒന്നും ഇതിന് വിഷയമല്ല. ഞാൻ പെയ്യുന്ന വ്യതയുടെ നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കുക. നിശ്ചയമായൊരു ജയം ദൈവം തരുവാനിടയായിത്തീരും. സമാധാനവും സന്തോഷം തരുവാനിടയായിത്തീരും. ആരോഗ്യവും തരുവാനിടയായിത്തീരും. ആത്മീയമായിട്ട്, ഭൗമികമായും, ശാരീരികമായും, മാനസികമായി ജീവിതം ഗ്രഹിപ്പാൻ സഹായിപ്പാനിടയായിത്തീരും. അതെ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. ദൈവത്തെക്കുറിച്ചുള്ള കേട്ടുകൾ വീണു. ഇതിന് ചെറുപ്രായമല്ല ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നതാ അല്ലേ? ആലയത്തിലെ പാട്ടുകൾ നിനക്കറിയാം, ആലയത്തിലെ പ്രസംഗങ്ങൾ നിനക്കറിയാം, വേദോസ്തല ചില വ്യക്തികളുടെ പേരുകൾ നിനക്കറിയാം, ചില വാക്യങ്ങൾ കാണാപ്പാടം അറിയാം. ഇതെല്ലാം നല്ല കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. ഹൃദയം തുടങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ്. അവൻ കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായ ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിൽ വിശ്വസിക്കുക, അവനിൽ ആശ്രയിക്കുക. നിശ്ചയമായും സമാധാനവും സന്തോഷവും പ്രായപ്പാൻ അത് മുഖാന്തരമായി തരും. ആ ദൈവമാരാണ് സിംഹങ്ങളുടെ ഗുഹയിൽ ഇറങ്ങി വന്ന് സിംഹത്തിൻ്റെ വായ അടയ്ക്കുന്ന ദൈവമാണ്. മറ്റു നിലയ്ക്ക് ദൂതന്മാരുടെ ഇടപെടലുണ്ടായത് സംഖ്യാപുസ്തകം 22:22 സംഖ്യാപുസ്തകം 22:22 പ്രവാചകനായ ഒരുവൻ ഇപ്പോൾ ഇതാ വേറൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവനെ തിരുത്തുവാനായിട്ടൊരു ദൂതൻ വന്നിരിക്കുക. ഇപ്പോൾ അല്ലേ, ദൈവത്തിൻ്റെ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ജനത്തെ അറിയിച്ച് ജനത്തെ തിരുത്തലുകൾക്കും ക്രമീകരണങ്ങൾക്കൊക്കെ വഴിയൊരുക്കേണ്ടതായ പ്രവാചകനെ പൊളിഞ്ഞിരിക്കുകയാണ്. അവൻ ആ റൂട്ട് വിട്ട് വേറെ ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം അവനെ തിരുത്തുവാനായിട്ടൊരു ദൂതൻ. ചില സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവിക ഇടപെടൽ ഉണ്ടാകാറുണ്ട്. നമ്മെ തിരുത്തുവാനായിട്ട്, നമ്മെ ഒന്ന് ക്രമീകരിക്കേണ്ടതിനായിട്ടൊക്കെ ദൈവിക ഇടപെടലുണ്ടാവും. ചിലപ്പോൾ ഒരു പക്ഷേ കർത്താവ് ഒരു ദർശനം തന്നിട്ടും ആ വഴി തുറന്നു പോകാതെ നിഷ്ഠാനുസരണത്തിന് നീ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ പരിശുദ്ധമാവ് ഈ സന്ദേശങ്ങൾ പറയാം, മടങ്ങി വരിക, മടങ്ങി വരിക, മടങ്ങി വരിക. എത്ര പേര് ആ ദൈവിക സന്ദേശം ഏറ്റെടുക്കും? ശാന്തമായി ചിന്തിക്കേണ്ട കാര്യം, കർത്താവിനെ ഏൽപ്പിച്ചതായ ദൗത്യം അത് നിറപടിയായി നിവർത്തിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? വഴിത്താരിയിലുണ്ടായ പ്രശ്നങ്ങളുള്ള ബന്ധത്തിൽ, പ്രതികൂലത്തിലുള്ള ബന്ധത്തിൽ, എതിരിപ്പിനുള്ള ബന്ധത്തിൽ അത് വഴിമാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവകൃപയിലേക്ക്, തീരുമാനങ്ങളിലേക്ക്, സമർപ്പണങ്ങളിലേക്ക്, ദൈവിക ദർശനങ്ങളിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ദർശനത്തെ വിട്ടുകളഞ്ഞുകൊണ്ട് എന്നെ ഇവിടുത്തൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ വഴിക്ക് ഓടുകയാണെങ്കിൽ ഈ സന്ദേശത്തിന് മുമ്പിൽ തിരുത്തുവാനുള്ള മുന്നറിയിപ്പ് ദൂതനാണ്. ഇതാണ് മാനസാന്തരം. ദൈവത്തിന് പുറം തിരിഞ്ഞു നടക്കുന്ന മനുഷ്യൻ ദൈവത്തിന് അഭിമുഖമായി നിന്നുകൊണ്ട് ദൈവത്തോട് അടുത്ത് വരുവാനുള്ള പ്രക്രിയയ്ക്കാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ ദർശനങ്ങളിൽ നിന്ന്, തീരുമാനങ്ങളിൽ നിന്ന്, സമർപ്പണങ്ങളിൽ നിന്ന് ഒക്കെ പുറംതിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ
വീണ്ടും നിന്നോട് ദിവസത്തിലേക്ക് മടങ്ങി വരുവാൻ അറിയിക്കുന്ന ഒരു ദൂതനാണ് ഈ സന്ദേശം. അപ്പോൾ ദൈവദൂതന്മാരുടെ പ്രവൃത്തി ഒന്നുകിൽ അഗ്നിയിൽ ഇറങ്ങി വരുന്നു, അഗ്നിയുടെ ബലം കെടുത്തുന്നു, സിംഹക്കുഴിയിൽ ഇറങ്ങി വരുന്നു, സിംഹത്തിൻ്റെ വായടച്ച് കെട്ടുന്നു. അങ്ങനെ നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും മാത്രമല്ല, ചിലപ്പോൾ നമ്മെ വഴിത്താരയിൽ വഴിവിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ദർശനം വിട്ട് ഓടുമ്പോൾ, സമർപ്പണം വിട്ട് ഓടുമ്പോൾ, തീരുമാനം വിട്ട് ഓടുമ്പോൾ മടങ്ങിപ്പോകുക, ഈ വഴിയെ പോകരുത് എന്ന് പറയുവാനുള്ള നിർദ്ദേശങ്ങൾ വായിച്ച ദൂതന്മാർ വരാറുണ്ട്. നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞ നാളുകളിൽ നാം ദൈവത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എത്രമാത്രം പാലിക്കാൻ കഴിയുന്നുണ്ട്. നമ്മളെല്ലാ ആണ്ടിൻ്റെ അവസാനവും ദിവസനെ പോലും കുറച്ച് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അടുത്ത ആണ്ടിൻ്റെ അവസാനം നമ്മളിങ്ങനെ പറയില്ലേ, കഴിഞ്ഞ വർഷം തീരുമാനങ്ങളെല്ലാം എടുത്തു, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, കർത്താവ് ഈ വർഷം ആയുസ് തരുന്നെങ്കിലും ചെയ്യാമെന്ന് പറയും. വീണ്ടും ആ വർഷം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പറയും, കഴിഞ്ഞ വർഷം എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഈ വർഷം കർത്താവ് ആയുസ് തരുന്നെങ്കിൽ, അല്ലേ? അങ്ങനെ ആയുസ് കർത്താവ് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ വാക്കുകൾ തിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തോട് പറഞ്ഞ കാര്യങ്ങൾ, ദൈവം നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ, രണ്ട് കാര്യം ശ്രദ്ധിക്കും. ഒന്ന്, നമ്മൾ ദൈവത്തോട് ചാടിക്കറി പറയും, ഞാൻ ഇത്ര ദിവസം ഉപവസിക്കാം, ഇത്ര ദിവസം പ്രാർത്ഥിക്കാം, ഇത്ര ദിവസം ആരാധിക്കാം, ഞാൻ സുവിശേഷം പറയാം, അത് ചെയ്യാം, ഇത് കൊടുക്കാം ഒക്കെ പറയാറുണ്ട്. അത് പാലിക്കാതെ പോവും. ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പറയാറുണ്ട്, അത് ചെയ്യാതെ പോവും. ഇത് രണ്ടും തെറ്റാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക്, സമർപ്പണങ്ങളിലേക്ക് മടങ്ങി വരേണ്ട ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമുക്കിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ മടങ്ങി വരികയാണ്, ഞാനെടുത്ത തീരുമാനങ്ങളിലേക്ക്, എൻ്റെ സമർപ്പണങ്ങളിലേക്ക് മടങ്ങി വരികയാണ്, നീ എന്നോട് അറിയിച്ച ദൂതുകൾക്ക് മുമ്പിൽ എന്നെ മടങ്ങി വരികയാണ്, നീ എൻ്റെ പക്കൽ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുവാനായിട്ട് എന്നെ ഞാൻ മടങ്ങി വരിക എന്ന് പറയുവാനായിട്ട് നമ്മൾ സമർപ്പിച്ച് നമുക്ക് ദൈവത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വീഴ്ചകൾ, താഴ്ചകൾ, പരാജയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. ഈ സന്ദേശം ഒരു ദൂതനായി നിങ്ങൾ പറയുന്നു, മടങ്ങിപ്പോവുക, തിരുത്തുക, ക്രമീകരണം പ്രാപിക്കുക, പുനഃസമർപ്പണം ചെയ്യുക, പുതിയ ഉടമ്പടിയോട് ദൈവത്തെ സേവിക്കുക, നഷ്ടപ്പെട്ട നാളുകൾക്ക് പകരമായി ശക്തിയായി അവനെ വേല ചെയ്യുക. ഇത്ര സമയം നമുക്ക് അറിയാൻ കഴിയുകയില്ല. ഉള്ള കാലം അവന് വേണ്ടി ശക്തിയായതിനുള്ളവനായിട്ട് സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ സംസാരിപ്പാനിടയായി തീർന്നല്ലോ. നീ ഞങ്ങളോട് പറഞ്ഞ പല കാര്യങ്ങളും ഉപേക്ഷിച്ചു പോയവരാണ്. ദർശനത്തിന് അനുസരണക്കേട് കാണിച്ച അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കർത്താവേ. സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ പക്കൽ ഏൽപ്പിച്ച ദൗത്യം ഞങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കർത്താവേ കാഠിന്യങ്ങളും ഏറി വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടിപ്പോയിട്ടുണ്ട് കർത്താവ്. ക്ഷമിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്ഥലത്ത് തീരുമാനങ്ങൾ പലതുകൊണ്ട് കർത്താവേ, ഞങ്ങൾക്കത് പാലിക്കപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ക്ഷമിക്കണമേ. ഇനിയുള്ള ആയുസ് കർത്താവേ, അങ്ങയുടെ നാമമുഖത്തിന് വേണ്ടി, നിങ്ങളുടെ രാജ്യവ്യാപ്തിക്കായി, അങ്ങ് തന്ന ദർശനത്തിനനുസൃതമായി, അങ്ങോട്ട് ഞങ്ങൾ പറഞ്ഞ വാക്കുകൾക്കും അനുസൃതമായി ഞങ്ങൾ മുന്നോട്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ പഠിതാക്കളെല്ലാവരും നീ അനുഗ്രഹിക്കണമേ കർത്താവേ, ഞാൻ ഉപയോഗിക്കണമേ കർത്താവേ, ക്ഷമിക്കണമേ കർത്താവേ. ഇനിയുള്ള നാളുകളിൽ ചരിത്രം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് ഇവരുടെ പേര് ചേർത്ത് എഴുതക്ക രീതിയിൽ കർത്താശക്തി ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിശ്ചിത വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഇതിൻ്റെ അധ്യാപകരെയും പഠിതാക്കളെയും സകല മുഖാന്തരങ്ങളെ നീ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശം ശ്രമിച്ച് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ വിസ്താരം ചെറുകിടമ്പോൾ സൂക്ഷിക്കേണ്ടതിന് നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം.
നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനം നന്ദി പറയുകയാണ്. നിങ്ങൾ സന്ദേശങ്ങൾ പങ്കുവയ്ക്കണം, ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കണം. മറ്റുള്ളവരെയും കൂടെ ഈ പാഠങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരിക. ചിലരെല്ലാം പുതിയ ആൾക്കാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരായിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാം വളരെ നന്ദി പറയുകയാണ്. തുടർന്ന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.